ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം ദൈവം ഒത്തിരി കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ പോവുകയാണ്. എത്ര പേര് ആകാംക്ഷഭരിതരായിട്ട് ഇതൊക്കെ പഠിക്കാനായിട്ട് തയ്യാറായിട്ടുണ്ട്. എനിക്കൊരു കാര്യം പറയാൻ പറ്റും. അതായത് ബൈബിളിലൊരു വചനമാണ്. ബൈബിളിലെ വചനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവവചനത്തെക്കുറിച്ച് പറഞ്ഞാൽ തേനിനേക്കാൾ തേൻ കട്ടയേക്കാളൊക്കെ മധുരതരമാണ്. അതെൻ്റെ കാലിന് ദീപമാണ്, പാതയ്ക്ക് പ്രകാശമാണ്. ഓക്കെ, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ മധുരതരമായിട്ടുള്ള ചില അനുഭവങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. രണ്ട്, വഴി തെറ്റാതെ അല്ലെങ്കിൽ വഴിയുടെ നടുവിൽ വെച്ച് വീണു പോകാതെ നമ്മളെ പരിപാലിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം എന്നുള്ളത്. അതുകൊണ്ട് ഈ വചനം പഠിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആദ്യത്തെ ഒരു കോ സ്പോൺസർ ഒമാനിൽ നിന്ന് അജി ആൻഡ് ലെംനയാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാണ്. താങ്ക് യു അജി ആൻഡ് ലെംന. കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാവ് ലൂസി കോശിക്ക്, ലെംനയുടെ മാതാവിന് കർത്താവെ രോഗസൗഖ്യം ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒപ്പം സഹോദരി മേരിയുടെ ശസ്ത്രക്രിയ വിജയപ്രദമായി നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടുത്ത തേവരയിൽ നിന്ന് ഒരു വെൽവിഷർ, താങ്ക് യു. മകൻ ഡോക്ടർ ജേക്കബിന് ദൈവം നൽകിയ രോഗസൗഖ്യത്തിനും അനുഗ്രഹത്തിനുമുള്ള നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. താങ്ക് യു സിസ്റ്റർ. കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മകൻ ജേക്കബിന്റെ ജോലി അനുഗ്രഹിക്കപ്പെടുവാൻ, വെൽവിഷറിന് രോഗസൗഖ്യം ലഭിക്കുവാൻ, ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവിന്റെ കൃപയുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ. ഇന്നലെ സൂചിപ്പിച്ച പോലെ വീണ്ടും ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുകയാണ്, നമ്മുടെ വയോ കോൺഫറൻസ് നടക്കാൻ പോകുകയാണ്. ആ സ്പെഷ്യൽ മീറ്റിംഗിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒക്ടോബർ 11 മുതൽ 13 വരെ നടക്കുന്ന ആ ക്യാമ്പിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ ഞങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ദയവായി കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ 13 വയസ്സ് മുതൽ പ്രായമുള്ള നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അതിലേക്ക് അയക്കുക. അപ്പോൾ തന്നെ നവംബർ 8, 9 ദിവസങ്ങളിൽ നടക്കുന്ന ഗ്ലോ കോൺഫറൻസ് എല്ലാ സ്ത്രീകൾക്കുമുള്ള സന്തോഷ വാർത്ത. വേഗത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്യുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ സന്ദേശത്തിലേക്കാണ് നാം കടക്കാൻ പോകുന്നത്. ദൈവം നിങ്ങൾക്കായി വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. ഗാഡ് ഈസ് അബൌട്ട് ടു ഡു ഗ്രേറ്റ് തിങ്സ് ഫോർ യു എന്ന് പറയുന്ന അതിമനോഹരമായ സന്ദേശം. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഇന്നലെ നമ്മളൊരു പുതിയ സീരീസ് തുടങ്ങി വെച്ചു, ഓർക്കുന്നുണ്ടോ? ഓപ്പൺ ഹെവൻ, തുറക്കപ്പെട്ട സ്വർഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ തുറന്ന സ്വർഗത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ്. ബിക്കോസ് ഇൻ ദിസ് സീസൺ ദ ഹോളി സ്പിരിറ്റ് സേസ് He is giving us an open heaven experience. അതാണ് ഈ നാളുകളിലെ ഫോക്കസ്. എനിക്ക് ചില വർഷങ്ങളായി എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണ്. ഓരോ സീസണിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടം എന്താണ് എന്നുള്ളത് സ്പിരിറ്റിനകത്ത് കർത്താവ് റിവീൽ ചെയ്യുകയാണ് പല രീതികളിൽ. ചില പ്രൊഫറ്റിക് അട്രാൻസസിലൂടെ ആയിരിക്കും, ചിലത് ദൈവവചനത്തിലൂടെ ആയിരിക്കും, ചിലത് ശക്തിയേറിയ അകത്ത് ദൈവം നൽകുന്ന കൺവിക്ഷനിലൂടെ ആയിരിക്കും. പല നിലകളിൽ കർത്താവ് അകത്തൊരു ലീഡിങ് തരുന്നു. അങ്ങനെയാണ് ഓരോ സീസണിലെയും മെസ്സേജുകൾ, ശുശ്രൂഷകൾ, യാത്രകൾ, ബാക്കിയുള്ള എല്ലാം ബ്ലെസ്സിംഗ് ടുഡേയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ എനിക്ക് നിങ്ങളോടെല്ലാവരോടും പറയാനുള്ളത്, ഈ സീസണിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫോക്കസ് ഒരു തുറന്ന സ്വർഗമാണ്. ഇന്നലെ യെഹെസ്കേൽ പ്രവചനത്തിൽ നിന്നും ചില ഭാഗങ്ങൾ 1-ാം അധ്യായത്തിൽ എനിക്ക് 4-ാമത്തെ വചനം മുതൽ അങ്ങോട്ട് 21-ാമത്തെ വചനം വരെ നമ്മൾ വായിച്ചു. അവിടെ കണ്ടത് 4 സ്പെഷ്യൽ ക്രീച്ചേഴ്സ്. യെഹെസ്കേൽ പ്രവാചകൻ ദർശനം കാണുകയാണ്. ഈ 4 ജീവികളുടെ രീതികളും ഷേപ്പും, തല എങ്ങനെയാണ്, കൈ എങ്ങനെയാണ്, ചിറക് എങ്ങനെയാണ്, കാലുകൾ എങ്ങനെയാണ്, അവിടെ സഞ്ചാര രീതികൾ എങ്ങനെയാണ്, ആക്ടിവിറ്റീസ് എന്താണ്, ഇതൊക്കെ ഇങ്ങനെ വർണ്ണിക്കുന്നുണ്ട്. അതിൽ ചിലത് നമ്മൾ ഇന്നലെ കണ്ടത് അത് നമ്മോടുള്ള ഒരു സന്ദേശം കൂടിയാണ്. ഒന്ന്, ഇവയെല്ലാം സ്പിരിറ്റ് ലെഡാണ്. ആത്മാവ് എങ്ങോട്ട് പോകാൻ പറയുന്ന അങ്ങോട്ട് പോകും. അതാണ് വലിയൊരു പ്രത്യേകത ഇവയ്ക്കുള്ളത്. മറ്റൊന്ന്, ചക്രങ്ങളുണ്ട് ഇവയ്ക്ക്. അത് കാണിക്കുന്നത് ഭയങ്കരമായൊരു സ്പീഡാണ്. അതായത് ഇപ്പോഴും ഈ ചില രാജ്യങ്ങൾ, നമ്മുടെ നാട്ടിൽ അത്ര ആയിട്ടില്ല, എയർപോർട്ടുകളിലും ചില പേവ് ചെയ്ത സൈഡിലെ പെഡസ്ട്രിയൻ വാക്കിലൊക്കെ ചില ആളുകൾ
ഈ അതിനെന്താ പറയേണ്ടത്, എനിക്ക് സ്കേറ്റിങ്ങിന് എന്തോ പ്രത്യേകം ഉപയോഗിക്കുന്നൊരു ചക്രമുള്ളൊരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് യാത്ര ചെയ്യുന്നതാണ്. ചിലർക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് സ്പീഡിൽ പോകുന്നതുകൊണ്ട്. അത് തന്നെ മോട്ടറൈസ്ഡ് ഇപ്പോൾ വരുന്നുണ്ട്, ഇലക്ട്രിക് വരുന്നുണ്ട്. അപ്പോൾ സാധാരണ കാലുകൊണ്ട് ഇങ്ങനെ നടന്നു പോയാൽ എവിടെ എത്തും? എന്നാൽ ചക്രം പിടിപ്പിച്ച ഒരു പ്രത്യേക പ്ലേറ്റിൻ്റെ മുകളിലാണ് കയറി നിൽക്കുന്നതെങ്കിൽ വളരെ സ്പീഡിലാണ് പോകുന്നത്. പ്രത്യേകിച്ച് കുട്ടികൾ, ഓ മൈ ഗോഡ്, വളരെ സ്പീഡിൽ. എയർപോർട്ടിലൊക്കെ ഇതുപോലെ ചില ആളുകൾ ഒറ്റക്കാലിങ്ങനെ ഒരു കാലിങ്ങനെ വെച്ച് മറ്റേ കാൽ വഴി എടുത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ നിന്നുകൊണ്ട് പോകുന്നതുകൊണ്ട്, അതിൽ തന്നെ കയ്യിലൊരു സ്റ്റിയറിംഗ് കൂടി പിടിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട്, ഇലക്ട്രിക് ഉണ്ട്, പലതുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ചക്രം വന്നു കഴിഞ്ഞാൽ സ്പീഡ് കൂടി. പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, കർത്താവ് നിങ്ങൾക്ക് ചില ചക്രങ്ങളെ പിടിപ്പിക്കുകയാണ്. എൻ്റെ അർത്ഥം സ്പീഡ് കൂടാൻ പോകും. എല്ലാവരും ഒന്ന് പറഞ്ഞ, എൻ്റെ സ്പീഡ് കൂടാൻ പോകും. പറ, വാഗൊണ്ട് പറ, എഴുത്, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. എൻ്റെ സ്പീഡ് കൂടാൻ പോകുന്നു. ടൈപ്പ് ചെയ്തിടുക, എൻ്റെ സ്പീഡ് കൂടാൻ പോകുന്നു. മൈ സ്പീഡ് ഈസ് ഗോയിങ് ടു ഇൻക്രീസ്. അങ്ങനെ ഭയങ്കരമായ സ്പീഡിൽ പോകാൻ കർത്താവ് എന്തൊരു ഡിവൈൻ എക്സലറേഷൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് നൽകുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 49 മുതൽ 51 വരെയുള്ള വചനഭാഗത്ത് ആദ്യമായി യേശു നഥനയേലിനെ കാണുമ്പോൾ പറയുന്ന ചില പ്രവചന ദൂതുകളിൽ നമുക്ക് കൂടിയുള്ള ചിലത് ഉള്ളടക്കം ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും പേഴ്സണലി നഥനയേലിനോടാണത് പറഞ്ഞതെങ്കിലും പുതിയ നിയമസഭയ്ക്കുള്ള ജനറലായിട്ടുള്ള ചില കാര്യങ്ങൾ അതിനകത്ത് നിന്ന് നമുക്ക് എടുക്കാൻ കഴിയും. സംഭവം ഇങ്ങനെയാണ്. നഥനയേലിനെ കണ്ടപ്പോൾ യേശു പറഞ്ഞു, ഇത് സാക്ഷാൽ ഇസ്രായേലിനല്ലേ, നിന്നിൽ കപടമൊന്നുമില്ല. മാത്രമല്ല, അത്തിയുടെ കീഴിലിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു. സോ ജീസസ് ഈസ് വാച്ചിങ് us all. നമ്മൾ ഏതിൻ്റെ കീഴിലിരുന്നാലും, എവിടെ പോയി മറഞ്ഞിരുന്നാലും, ഫ്രണ്ട്സിനോട് കൂടി ഇരുന്നു, അല്ലെങ്കിൽ സിറ്റി ഗേറ്റിൽ ചെന്നിരുന്നു, ക്ലബിൽ പോയിരുന്നു, പ്രാർത്ഥനാ സ്ഥലത്ത് പോയിരുന്നു, ബെഡ്റൂമിൽ പോയിരുന്നു, എന്ത് നമ്മൾ ചെയ്താലും കർത്താവ് അത് നേരത്തെ മുൻകൂട്ടി അറിയുന്നു. 139-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, എൻ്റെ ഇരിപ്പും നിൽപ്പും നടപ്പും എല്ലാം നീ അറിയും. നീ അറിയാതെ ഒരു വാക്ക് പോലും എൻ്റെ നാവിലില്ല. എൻ്റെ നിരൂപണങ്ങൾ ദൂരത്ത് നിന്നേ നീ ക്യാച്ച് ചെയ്യാണ്, അല്ലേ? ദൂരത്തു നിന്നേ നീ എൻ്റെ നിരൂപണങ്ങളെ ഗ്രഹിക്കുന്നു. ഓ, എത്ര വലിയവനാണ് ദൈവം. സോ നഥനയേലിനോട് കർത്താവ് പറയാണ്, അത്തിയുടെ കീഴിലിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് വിശ്വസിക്കാൻ തോന്നിയെങ്കിൽ ഇതിനേക്കാൾ വലുത് നീ കാണും. ഞാൻ ഇന്നലെ ആവർത്തിച്ചത് ഇന്നും ആവർത്തിച്ച് പറയാണ്, നിങ്ങൾ ഇന്ന് വരെ കണ്ടതിനേക്കാൾ വലുത്, ഐ സേ വലുത്, ഗ്രേറ്റർ തിങ്സ് ആർ കമ്മിങ് യുവർ വേ. മാത്രമല്ല, സ്വർഗം തുറന്നിരിക്കുന്നത് നീ കാണും. സ്വർഗത്തിലെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കാണും. സ്വർഗം തുറന്നാലുള്ള ഒരു റിസൾട്ടാണ് ഏഞ്ചലിക് മിനിസ്ട്രി അനുഭവിക്കാൻ കഴിയും. അത് ഈ നാളുകളിൽ തരും. വെളിപ്പാട് പുസ്തകം 4:1 ഇന്നലെ നമ്മൾ കണ്ടു. അതിൽ നമ്മൾ കണ്ടത്, ഇതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ എ ഡോർ സ്റ്റാൻഡിങ് ഓപ്പൺ ഇൻ ഹെവൻ, സ്വർഗത്തിലൊരു വാതിൽ ഇങ്ങനെ തുറന്നിരിക്കുന്നത് കണ്ടു. ആദ്യത്തെ ശബ്ദം കാഹളം പോലെ ഉയർത്തിയ ആ ശബ്ദം പറയുകയാണ്, കം അപ്പ് ഹിയർ ആൻഡ് ഐ വിൽ ഷോ യു തിങ്സ് വിച്ച് മസ്റ്റ് ടേക്ക് പ്ലേസ് ആഫ്റ്റർ ദിസ്. ഇതിനുശേഷം സംഭവിക്കാനുള്ളത് തരാം. അതിലൊരു സന്ദേശം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. സ്വർഗം തുറന്നു കഴിഞ്ഞാൽ ഒന്ന്, ഏഞ്ചലിക് മിനിസ്ട്രി നേരത്തെ ഞാൻ പറഞ്ഞു. അത് കൂടാതെ വരാനിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയും. സ്വർഗത്തിലെ കവാടം തുറന്നാൽ, ഡോറ് തുറന്നാൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ പ്രവചനാത്മാവിൽ കർത്താവ് നമ്മെ മുൻകൂട്ടി അറിയിക്കും. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയും. ജീവിതത്തിൽ ഇനിയും വരാനിരിക്കുന്ന പല കാര്യങ്ങളും കർത്താവ് മുൻകൂട്ടി നിങ്ങളോട് അറിയിക്കാൻ പോകും. എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ എൻ്റെ പാസ്റ്ററായിരുന്ന ദേവദാസൻ, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, ജോർജ് എബ്രഹാം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. 10 വർഷത്തിലധികം ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു. അദ്ദേഹം ആ ചർച്ചിൽ, ഒരു കൊച്ചു ചർച്ച, ആ ചർച്ചിൽ ഞാൻ പോയിക്കൊണ്ടിരുന്ന കാലത്ത് ഒത്തിരി പ്രവചന ദൂതുകൾ ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. ധാരാളമായ പ്രവചന ദൂതുകൾ.
കാരണം അദ്ദേഹം തന്നെ ഒരു പ്രവാചകനായിരുന്നു, ദർശനങ്ങൾ കാണുന്നൊരു മനുഷ്യനായിരുന്നു. അപ്പം ഞാൻ ഈ കേൾക്കുന്നതെല്ലാം ഡയറിയിൽ വന്ന് അതത് ദിവസം ഇങ്ങനെ എഴുതി വയ്ക്കും. എഴുതി വെക്കുക മാത്രമല്ല, വീണ്ടും മറിച്ച് നോക്കും, അതിനുവേണ്ടി പ്രാർത്ഥിക്കും, അതിൻ്റെ നിറവേറലിന് വേണ്ടി കാത്തിരിക്കും. എന്നാൽ ചില സീസണുകളിൽ അങ്ങനെ അധികം പ്രവചന ശബ്ദമൊന്നും കേൾക്കാത്ത സീസണുകളും ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും ഒരുപോലെ അല്ലല്ലോ. എന്നാൽ കഴിഞ്ഞ ചില വർഷങ്ങളായി, ഓ മൈ ഗോഡ്, വിവിധ സോഴ്സുകളിലൂടെ, മറ്റു പലരിലൂടെയും അല്ലാതെ പ്രവചന ദൂതുകൾ ഇങ്ങനെ ഭയങ്കരമായി എൻ്റെ ലൈഫിലേക്ക് വരാൻ തുടങ്ങി. ഞാൻ ചില മാസങ്ങൾക്ക് മുമ്പ്, 1, 2, 3 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു, ഒരിക്കൽ ഒരു സൺഡേ ഒരു സന്ദേശത്തിൽ പറഞ്ഞ് ഞാൻ ഇന്നും ഓർക്കുന്നു. പ്രോഫസീസ് അല്ലെങ്കിൽ prophetic utterances can take us to the next level. പ്രവചന ദൂതുകളുടെ പ്രത്യേകത, അടുത്തൊരു ലെവലിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുപോകും. നഥനയേൽ ഇത് കേട്ടു, ആ നിമിഷം മുതൽ അവൻ്റെ ജീവിതം മാറിയില്ലേ. ഗബ്രിയേൽ ദൂതൻ വന്ന് യേശുവിൻ്റെ അമ്മ മറിയയോട്, അന്ന് കന്യകയാണ്, ചില ദൂതുകൾ പറഞ്ഞു. അതോടെ അവളുടെ ലൈഫ് മാറിപ്പോയില്ലേ. ശിമോനോട് യേശു പറയുകയാണ്, നീ ഇപ്പോൾ ശിമോനാണ്, പക്ഷെ നീ കേഫായാകും, നീ പത്രോസായി മാറും, നീ പെട്രോസ് ആയി മാറും, പാറ കഷ്ണമായി മാറും എന്ന് പറയുമല്ലോ. അവൻ്റെ ലൈഫ് മൊത്തം മാറിയില്ലേ. ആരോടെല്ലാം ദൈവം കർത്താവ് പ്രവചന ദൂത് അറിയിച്ചിട്ടുണ്ടോ, ആ ദൂത് കേൾക്കുന്ന നിമിഷം മുതൽ അവൻ്റെ ലൈഫ് മാറുകയാണ്. വാ, അങ്ങനെയെങ്കിൽ മോർണിംഗ് ഗ്ലോറിയുടെ ഇടയ്ക്ക് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞില്ല. പ്രവചന ദൂതുകളായി പലതും ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഒരാൾ വിചാരിക്കുക, ബ്രദർ ഇങ്ങനെ എല്ലാ ദിവസവും നിത്യത്തൊഴിലല്ല, അതിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, അവിടെ വെച്ച് തീർന്നു. ഒരിക്കലും ആ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധ്യം. എന്നാൽ ഇന്നത്തെ മോർണിംഗ് ഗ്ലോറിയിലൂടെ ദൈവവചനത്തിൻ്റെ ഇടയിലൂടെ വരുന്ന പ്രവചന ദൂതുകൾ ഓരോന്നും ഞാൻ കുറിച്ചെടുത്ത് എഴുതിയെടുത്ത് ഞാൻ അതിനെ ലാക്കാക്കി പോകുന്ന ഒരാൾ തീരുമാനിച്ചാൽ ദാറ്റ്സ് ഇറ്റ്, അയാളുടെ ജീവിതം മാറാൻ തുടങ്ങും. പല പ്രവചന ദൂതുകൾ എൻ്റെ ജീവിതത്തെ മാറ്റി മറിച്ചു. അതുപോലെ നിങ്ങൾ കേൾക്കുന്ന പ്രവചന ദൂതുകൾ കുറിച്ചെടുക്കുകയും റെക്കോർഡ് ചെയ്യുകയും അതിനെ കയറി പിടിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ലൈഫ് മൊത്തം മാറിയിരിക്കും. Because the word of God and the prophecies of the Holy Spirit has the power to take us to the next level. നഥനയേലിൻ്റെ ജീവിതം മാറി. നമ്മൾ ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവ് എന്ന് വിളിക്കുന്നു. കാരണം ഈ യൂണിവേഴ്സിൻ്റെ തലസ്ഥാനമായ സ്വർഗത്തിലാണ് നമ്മുടെ ദൈവം ഇരിക്കുന്നത്. ആ ദൈവം വ്യക്തിപരമായി എൻ്റെ പിതാവാണ്. ഇതെങ്ങനെയാണ് ആയിത്തീർന്നത്? അവൻ്റെ ആത്മാവിൽ നിന്നും ഞാൻ ജനിച്ചിരിക്കുന്നു. ഐ എം ബോൺ ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. എന്നെ എല്ലാവരും ഡാമിയൻ ആൻ്റണി എന്ന് പറയുന്നു. ഈ ആൻ്റണി ആരാ? എൻ്റെ ഫാദർ. സോ എൻ്റെ പിതാവിൽ നിന്നും എൻ്റെ ശരീരം ഉടലെടുത്തതുപോലെ എൻ്റെ ആത്മാവ് സ്വർഗീയ പിതാവിൽ നിന്നും ജനിച്ചിരിക്കുന്നു. എൻ്റെ പിതാവിനുള്ള സകലത്തിൽ എനിക്ക് അവകാശമുള്ളതുപോലെ എൻ്റെ സ്വർഗത്തിലെ പിതാവിനുള്ള സകലത്തിലും എനിക്ക് അവകാശമുണ്ട്. മക്കളെങ്കിൽ അവകാശികൾ. ഇത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമ്മുടെ അകത്ത് വലിയ ധൈര്യം വരുന്നത്. വാവ്, ഞാൻ ഈ പ്ലാനറ്റ് എർത്തിൽ 800 കോടി ജനങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിലും അതിലെല്ലാവരും ദൈവമക്കൾ എന്ന പദവിയിലേക്ക് സ്റ്റെപ്പ് എടുത്തിട്ടില്ല. ആർക്ക് വേണമെങ്കിലും വരാട്ടോ. ഈ 800 കോടി ജനങ്ങളിൽ എല്ലാവർക്കും ദൈവത്തിൻ്റെ മക്കളാകാം. കാരണം യോഹന്നാൻ്റെ സുവിശേഷം 1:12 അതാണ് പറയുന്നത്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, എല്ലാവരും എന്ന് പറഞ്ഞാൽ ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. സോ ഇത് എൻ്റെ മാത്രം ഒരു അവകാശമല്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. എല്ലാവരുടെയും അവകാശമാണ്. ആരവൽ വിശ്വസിക്കും. ഇതിപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ട്, ഞാനിനി ദൈവമകനാണ്, ദൈവപുത്രനാണ്, ഈ ഡാമിയൻ ബ്രദറിനെ പോലെ ഇങ്ങനെ നടക്കുന്നവർക്ക് മാത്രമേ ഇതുള്ളൂ. നോ, ഇറ്റ്സ് ഫോർ യു. ചങ്കിൽ കൈവച്ച് പറഞ്ഞാൽ മതി, യേശുവേ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. പറഞ്ഞേ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. നീ എൻ്റെ രക്ഷകനാണ്, നീ എൻ്റെ ദൈവമാണ്, എനിക്കായി മരിച്ചു, അങ്ങ് മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ നിത്യജീവൻ ഞാനിപ്പോൾ സ്വീകരിക്കുന്നു എന്ന് സിമ്പിളായി വിശ്വാസത്താൽ പറയുമ്പോൾ തന്നെ ദൈവമക്കൾ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. ഇറ്റ്സ് ഓൾറെഡി ഗിവൺ.
ആം, ഈ തുറക്കപ്പെട്ട സ്വർഗത്തെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ അനുഭവം എന്താണ്? വാട്ട് യു മീൻ വെൻ യു സേ ഹെവൻ ഈസ് ഓപ്പൺ? സ്വർഗം തുറന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം. നമ്പർ 1, ഹെവൻ ആൻഡ് എർത്ത് ആർ കണക്റ്റിംഗ്. സ്വർഗം തുറന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭൂമിയും സ്വർഗവും തമ്മിൽ എന്തോ ബന്ധത്തിൽ വരികയാണ്. ദ earthly ആൻഡ് ദ heavenly ആർ കണക്റ്റിംഗ്. അല്ലെങ്കിൽ സ്വർഗവും ഭൂമിയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്നു, ബന്ധപ്പെടുന്നു, രണ്ടും തമ്മിൽ കൂടിച്ചേരുന്നു, തമ്മിൽ ഇൻട്രാക്ഷൻ നടക്കുന്നു, ഒരു ലിങ്ക് ഉണ്ടാകും. അതാണ് അതിൻ്റെ അർത്ഥം. മറ്റൊന്നാണ്, സ്വർഗം തുറന്നു എന്ന് പറഞ്ഞാൽ സൂപ്പർ നാച്ചുറൽ ഇൻ്റർവെൻഷൻസ് ആർ ഗോയിങ് ടു ഹാപ്പൻ ഓൺ എർത്ത്. ഭൂമിയിൽ സ്വർഗീയമായ ചില ഇടപെടലുകൾ ഉണ്ടാകാൻ പോകുന്നു. ഇതൊക്കെ കുറിച്ച് വെക്കണേ ഞാൻ പറയുന്നത്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഭൂമിയിൽ സ്വർഗീയമായ ഇടപെടലുകൾ ഉണ്ടാകാൻ പോകുന്നു. ഞാൻ നിങ്ങളെ നോക്കി അങ്ങ് പ്രവചിക്കുകയാണ്. ഇതൊരു പ്രവചന ദൂതാണ്, വിശ്വസിക്കാമെങ്കിൽ മാത്രം. സ്വർഗീയമായ ചില ഇടപെടലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു. എൻ്റെ കണ്ണിലേക്ക് നോക്ക്. സ്വർഗീയമായ ചില ഇടപെടലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നില്ലെന്ന് തോന്നുന്നു. ഞാൻ വീണ്ടും പറയാം, സ്വർഗീയമായ ചില ഇടപെടലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോവുക. ഒരുപക്ഷെ കിടന്നുറങ്ങുമ്പോൾ, ഒരുപക്ഷെ പ്രയറിലിരിക്കുമ്പോൾ, ഒരുപക്ഷെ സഭയിൽ വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ഒരുപക്ഷെ വലിയ വർഷിപ്പ് നടക്കുന്നതിനിടയിൽ, ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാഷ്വലായിട്ട് ചെയ്യുന്നതിനിടയിൽ, ഐ ഡോണ്ട് നോ വെൻ ഈസ് ദ കൈറോസ് ടൈം ഓഫ് ഗാഡ്. പക്ഷെ ദൈവത്തിൻ്റെ ഇടപെടലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. വൈ? ബിക്കോസ് വി ആർ റൈറ്റ് നൗ ഇൻ എ സീസൺ ഓഫ് ഓപ്പൺ ഹെവൻ. മറ്റൊന്ന്, ദ ഇൻവിസിബിൾ വേൾഡ് ടച്ചസ് ദ വിസിബിൾ വേൾഡ്. അദൃശ്യ ലോകം ദൃശ്യലോകത്തെ സ്പർശിക്കുന്നതാണ് ഓപ്പൺ ഹെവൻ. ഓ മൈ ഗോഡ്. അദൃശ്യ ലോകം ദൃശ്യലോകത്തെ സ്പർശിക്കുന്നത്. ഈ ഏലിയൻസിനെ കുറിച്ച് എന്ന് വെച്ചാൽ അന്യഗ്രഹ ജീവികളെ കുറിച്ച് പണ്ട് മുതലേ ഒരു ചില ഐഡിയയും ഐഡിയോളജികളും ഉണ്ട്. ഇപ്പോൾ ചില കോമിക്കുകളിലൂടെ അത് വന്നു. ഇപ്പോൾ അനിമേറ്റഡ് ആയിട്ട് ഉള്ള പലതുകൊണ്ട് ചില കുട്ടികളുടെ കാർട്ടൂണൊക്കെ ഒന്നിങ്ങനെ നോക്കുമ്പോൾ തന്നെ ഞെട്ടിപ്പോവും. അന്യഗ്രഹ ജീവികളെക്കുറിച്ച് ഇപ്പോൾ ഫ്ലൈറ്റിലൊക്കെ ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ഒത്തിരി ഫിലിം കാണാനുള്ള അവസരങ്ങളുണ്ട്. മുമ്പിലുള്ള മോണിറ്ററിൽ 100 കണക്കിന്, ഒരു പക്ഷേ 1000 ചോയ്സ് ഉണ്ട്. അതിൽ പലരും ഇരുന്ന് കാണുന്നിങ്ങനെ നോക്കുമ്പോൾ മിക്കവാറും ആളുകൾ ഏലിയൻസ് ഈ ഭൂമിയിൽ വന്ന് മനുഷ്യരെ അറ്റാക്ക് ചെയ്യുന്നതും, മനുഷ്യർ ഭയങ്കരമായ അതിന് പറ്റിയ പ്രത്യേകമായ ഗണ്ണുകളൊക്കെ ഉപയോഗിച്ച് ഈ അന്യഗ്രഹ ജീവികളെ അറ്റാക്ക് ചെയ്യുന്നതും, ഓ മൈ ഗോഡ്, അങ്ങനെയുള്ള മൂവീസ് 1000 ഇറങ്ങിയിരിക്കുകയാണ്. അനിമേറ്റഡ് മൂവീസ്. മാത്രമല്ല, ജനങ്ങൾക്ക് അതിലൊരു ക്യൂരിയോസിറ്റി. അന്യഗ്രഹത്തിൽ നിന്ന് വന്ന മുഖമൊക്കെ ഒരു പ്രത്യേക റോബോട്ടിക്കായിട്ട്, അല്ലെങ്കിൽ ഭീകരമായ ചില രൂപങ്ങൾ, കൈ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ചില തീയോ സ്പാർക്കോ ലൈറ്റ്നിങ് ഒക്കെ ഇങ്ങനെ പോകുന്നതും, ഇത് കാണാനാണ് ആളുകൾക്ക് ഭയങ്കരമായ ആഗ്രഹം. അത് 3D ആയിട്ടും 4D ആയിട്ടും പിന്നെ പ്രത്യേക കണ്ണടകളൊക്കെ വെച്ചും ഒക്കെ ഇരുന്ന് 360 ഡിഗ്രി ആയിട്ടൊക്കെ കാണുന്ന സംവിധാനങ്ങൾ ഇന്ന്. ഇങ്ങനൊരു ഇല്യൂഷനിൽ ജീവിക്കാൻ ജനങ്ങൾക്ക് താല്പര്യമാണ്. എന്നാൽ അന്യഗ്രഹ ജീവികളായി നടക്കുന്ന ചില ദുരാത്മാക്കളുണ്ട്. അദൃശ്യമായത് ദൃശ്യമായതുമായി ഇൻട്രാക്ഷൻസ് വരാൻ 2 രീതിയിൽ. ഒന്ന്, സ്വർഗീയമായതും ഭൗതികമായതും തമ്മിൽ. 2, സ്പിരിറ്റ് വേൾഡിൽ നിന്ന് തന്നെയുള്ള പൈശാചിക ശക്തികൾ അദൃശ്യ ലോകത്തിൽ നിന്ന് മനുഷ്യരെ ആക്രമിക്കുന്നു. പല പ്രാർത്ഥനാ യോഗങ്ങളിലും സംഭവിക്കുന്നത് ഇങ്ങനെയുള്ളവ ശരീരത്തിൽ നിന്ന് പറഞ്ഞ് അഴിഞ്ഞു പോകുന്നു. അങ്ങനെയുള്ള ദുർഭൂതങ്ങളും ദുരാത്മാക്കൾ, ഈവിൾ സ്പിരിറ്റ്സ്, അൺക്ലീൻ സ്പിരിറ്റ്സ് മനുഷ്യരിൽ നിന്നും മാറിപ്പോവുകയാണ്. എൻ്റെ മക്കളെ ശ്രദ്ധിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പ്യൂറായി ദൈവം വിശുദ്ധനാകയാൽ വളരെ പ്യൂരിറ്റിയിൽ ജീവിക്കാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതല്ലാതെ ഈ കോമിക്കുകളും അനിമേറ്റഡ് ആയിട്ടുള്ളതും അന്യഗ്രഹ ജീവികളും ഒക്കെ ഇങ്ങനെ കണ്ട്
ഒരു ഇല്യൂഷനിൽ ജീവിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതിനപ്പുറത്തൊരു സൂപ്പർ നാച്ചുറൽ ലൈഫ് പോസിബിളാണ്. അടുത്തൊന്ന് ശ്രദ്ധിക്കണേ. ഹെവൻ ഓപ്പൺ മീൻസ് ഗോഡ് ഈസ് ഗോയിങ് ടു ഡു സം ബിസിനസ് ഓൺ എർത്ത്. തുറക്കപ്പെട്ട സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാകുന്നത്? ദൈവം ഈ ഭൂമിയിൽ എന്തൊക്കെ ചെയ്യാൻ പോവുക. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഉടനെ മനസ്സിലാക്കണം, ഗോഡ് ഈസ് അബൌട്ട് ടു ഡു സംതിങ് ഓൺ എർത്ത്. മേ ബി ഇൻ യുവർ ലൈഫ്, മേ ബി ഇൻ ദ കമ്മ്യൂണിറ്റി, മേ ബി ഇൻ എ ചർച്ച്, മേ ബി ഇൻ എ നേഷൻ. എന്തോ കർത്താവ് ചെയ്യാൻ പോവുകയാണെന്നാണ് എൻ്റെ അർത്ഥം. അടുത്തത് ഓപ്പൺ ഹെവൻ എന്ന് പറഞ്ഞാൽ പോസിബിലിറ്റി ഓഫ് സം ട്രാൻസാക്ഷൻ, ഒരു ട്രാൻസ്ഫർ, ഒരു ട്രാൻസ്പോർട്ടേഷൻ ബിറ്റ്വീൻ ഹെവൻ ആൻഡ് എർത്ത്. സ്വർഗവും ഭൂമിയും തമ്മിൽ ഒരു ഗതാഗതം, എങ്ങനെ അതിനെ പറയേണ്ടത്, എന്തൊക്കെയോ കൈമാറ്റങ്ങൾ, എന്തൊക്കെയോ ട്രാൻസ്ഫറുകൾ ഒക്കെ നടക്കുകയാണ്. സ്വർഗവും ഭൂമിയും തമ്മിൽ ചില എക്സ്ചേഞ്ച് ആയിരിക്കാം, ഇൻട്രാക്ഷൻ ആയിരിക്കാം, ഇതൊക്കെ നടക്കുകയാണ്. സ്വർഗം തുറന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദ ഹാർട്ട് ഓഫ് ഗോഡ് ഈസ് ഓപ്പൺ ടു സം പേഴ്സൺസ് ഓർ ഫാമിലീസ് ഓർ നേഷൻസ്. ദൈവത്തിൻ്റെ ഹൃദയം സുപ്രസാദകാലത്തിൽ എന്നതുപോലെ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സഭകൾക്കും രാജ്യങ്ങൾക്കൊക്കെ മുകളിൽ അവൻ തുറന്നു വയ്ക്കുകയാണ്. മറ്റൊന്ന്, സ്വർഗം തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്സ് ആർ കമ്മിങ് ഓൺ യു. നിങ്ങളുടെ മേൽ കർത്താവ് എന്ത് തരുന്നു? ഒരാശിഷമാരി, അനുഗ്രഹ വർഷം, അനുഗ്രഹങ്ങളുടെ പേമാരി നിങ്ങളുടെ മേൽ കർത്താവ് ചൊരിയാൻ പോവുകയാണ്. ഹലോ 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 ഹലോ, സീസൺ മാറുകയാണ്. എല്ലാവരും എന്ന് പറഞ്ഞ് എൻ്റെ സീസൺ മാറുകയാണ്. പറ, ധൈര്യമായിട്ട് പറ. അതൊരു എല്ലാവരും ഒന്ന് കേട്ടോട്ടെ. അടുത്തിരിക്കുന്നവരോ അപ്പുറത്തെ വീട്ടുകാർ കേട്ടാലൊന്നും കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമല്ലേ പറയാം. എൻ്റെ സീസൺ മാറുകയാണെന്ന് പറ. എല്ലാവരും കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ ചെവിക്ക് തന്നെ കേൾക്കാവുന്ന രീതിയിലൊന്ന് പറഞ്ഞേ. എൻ്റെ സീസൺ മാറുകയാണ്, എൻ്റെ കാലങ്ങൾ മാറുകയാണ്, എൻ്റെ കാലഗതികളെല്ലാം അവൻ്റെ കയ്യിലാകുന്നു. ഋതുക്കൾ മാറുന്നത് പോലെ, വെതർ മാറുന്നത് പോലെ, കാലാവസ്ഥ മാറുന്നത് പോലെ, കാലങ്ങൾ മാറുന്നത് പോലെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ കർത്താവ് മാറ്റുകയാണ്. വസന്തകാലം, സ്പ്രിംഗ് സീസൺ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? കാരണം പുഷ്പങ്ങളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് മുളച്ച് ഫ്രൂട്ട് ട്രീസും എല്ലാം ഉണ്ടായി കിടക്കുന്ന വസന്തകാലം എത്ര ഭയങ്കരമാണ്. ശീതകാലം ഒത്തിരി പേർക്ക് ഇഷ്ടമല്ല. തണുപ്പ് കാലം പല പല ലെയറുകളായി, ഇപ്പം നമ്മുടെ നാട്ടിലൊന്നും അത്രയില്ല, എന്നാൽ ജമ്മു കാശ്മീർ മുകളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ മറ്റ് കോൾഡ് കൺട്രീസിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ മൂടി പുതച്ച് ഒക്കെ ആയിരിക്കണം ഇരിക്കേണ്ടത്. ആ സമയത്ത് വർക്കിംഗ് അവേഴ്സ് മാറും, യാത്രകൾക്ക് വ്യത്യാസം വരും, പല കൺസ്ട്രക്ഷനുകൾ നടക്കുകയില്ല, യാത്രകൾ നടക്കുകയില്ല, മഞ്ഞ് കൊണ്ട് റോഡുകളൊക്കെ മൂടിപ്പോകുന്നു. പിന്നെ പ്രത്യേകമായ വണ്ടികളൊക്കെ വന്ന് ഈ ഐസ് നീക്കി വേണം യാത്ര ചെയ്യാൻ. തിരിച്ചു വരുമ്പോൾ വീട്ടിൽ കയറാൻ പറ്റുമോ എന്നറിയില്ല. അതൊരു സീസണാണ്. പക്ഷെ അത് എല്ലായ്പ്പോഴും ഉണ്ടോ? ഇല്ല, ചില മാസങ്ങൾ മാത്രം. ഓട്ടം മറ്റൊരു സീസൺ, ഫോൾ സീസൺ, ശരിയല്ലേ? സമ്മർ മറ്റൊരു സീസണാണ്. എന്നാൽ ഓപ്പൺ ഹെവൻ്റെ ഒരു സീസൺ കർത്താവ് നമുക്ക് വേണ്ടി തുറന്നു തന്നിരിക്കുക. എത്ര വലുതാണത്, എത്ര നല്ലതാണത്. ഇനിയും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്നത്തെ എൻ്റെ സമയം തീരുകയാണ്. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇത് പറയുന്നതെല്ലാം കുറിച്ച് വയ്ക്കുന്നുണ്ടോ? കുറിച്ച് വയ്ക്കുക മാത്രമല്ല, ഒരുപക്ഷെ മോർണിംഗ് ഗ്ലോറി ഡേ 1 മുതൽ ഒരു ദിവസം പോലും മുടങ്ങാതെ കുറിച്ച് വെച്ചിട്ടുള്ള പലരുമുണ്ട്. മിടുക്കന്മാരും മിടുക്കികളുമുണ്ട്. എനിക്കറിയാം, അവരുടെ ഇടയ്ക്കൊക്കെ എനിക്ക് അതിൻ്റെ മെസ്സേജുകളും അതിൻ്റെ ഇമേജുകളൊക്കെ അയച്ചു തരാറുണ്ട്. കൂടാതെ ബ്ലെസ്സിങ് ഞാൻ പറയാതെ പോലും മൈൽ സ്റ്റോൺ എപ്പിസോഡുകൾ ഇപ്പോഴും കേക്ക് ഉണ്ടാക്കി കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നവരെ എനിക്കറിയാം. എനിക്ക് വാട്സപ്പിൽ അവരുടെ അതിൻ്റെ കേക്കിൻ്റെ ഒക്കെ ഫോട്ടോ കിട്ടുന്നുണ്ട്. So thank you for receiving the messages from the Holy Spirit. Thank you for celebrating Morning Glory. മോർണിംഗ് ഗ്ലോറി സെലിബ്രേറ്റ് ചെയ്യുക പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവവചനത്തെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെയുള്ളവരെ കർത്താവ് ഒത്തിരി സെലിബ്രേറ്റ് ചെയ്യട്ടെ.
ഇതിൻ്റെ ലിങ്ക് എടുത്തിട്ട് വാട്സപ്പ് സ്റ്റേറ്റസിലൊന്നും ഇടണേ ദയവായിട്ട്. അത് ലോകത്തിലുള്ള എല്ലാവരും കാണട്ടെ. അതിലൊന്ന് ടച്ച് ചെയ്താൽ പോലെ നേരെ അവർക്കിത് വാച്ച് ചെയ്യാൻ കഴിയും. അവരുടെ മുകളിലും സ്വർഗം തുറക്കപ്പെടട്ടെ. ഇല്ല ബ്രദറെ, ഞാൻ അയക്കില്ല. എൻ്റെ തലയിൽ മാത്രം സ്വർഗം തുറന്നാൽ മതി, വേറെ ആരുടെയും തലയിൽ തുറക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറയുന്ന കുശുമ്പുള്ളവരും അസൂയുള്ളവരും സ്വാർത്ഥതയുള്ളവരും അയക്കണ്ട പ്ലീസ്. അല്ലാത്തൊരു ദയവായി അയക്കുക. മാത്രമല്ല വാട്സപ്പ് എല്ലാവരും സ്റ്റേറ്റസ് കാണാമെന്ന് അറിയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ദയവായി യൂട്യൂബിലെ ലിങ്കോ ഫേസ്ബുക്കിലെ ലിങ്കോ ഒക്കെ അയച്ചു കൊടുക്കുക. കർത്താവെ, ജനങ്ങൾക്ക് വേണ്ടി ഇന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഉദരസംബന്ധമായ രോഗങ്ങൾ കർത്താവിന് സൗഖ്യമാക്കുകയാണ്. അകത്തിങ്ങനെ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്ന് പറയുന്ന പോലെയുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ അസിഡിറ്റി പോലെയുള്ള രോഗങ്ങൾ, എന്തെങ്കിലുമൊക്കെ കഴിച്ചു ഇങ്ങനെ ബ്ലോട്ട് ചെയ്തിരിക്കുന്ന വയറിങ്ങനെ വീർത്തു വരുന്നു, യേശുവിൻ്റെ നാമത്തിൽ ആ അവസ്ഥ മാറിപ്പോട്ടെ. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ, മറ്റൊന്നാണ് പൈൽസ് പോലെയുള്ള രോഗങ്ങൾ, അതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. മദ്യപാനത്തിൽ നിന്ന് ചിലർ പുറത്തു വരുന്നുണ്ടല്ലോ, ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. കൈകൾ ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിക്കുക. ചിലപ്പോൾ ഒരു കൊച്ചു മൊബൈൽ സ്ക്രീനിലായിരിക്കും നിങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ ടി വി സ്ക്രീനിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്ക്രീനിലോ ആയിരിക്കും, ലാപ്ടോപ്പിലായിരിക്കാം. കൈനീട്ടാം. യേശുവിൻ നാമത്തിൽ തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കാൻ എല്ലാവരെയും സഹായിക്കണം. ഇന്ന് പിടികൂടുന്ന രോഗങ്ങൾ മാറിപ്പോട്ടെ. വലിയ വിടുതലുണ്ടാകട്ടെ. മറ്റേത് വിഷയത്തിലും വിടുതലുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളത്തെ മോർണിംഗ് ഗ്ലോറി വളരെ ഇമ്പോർട്ടൻ്റ് കാണാൻ മറക്കരുത്. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.